Hello guys, this is Anand Kodi. Welcome back to my YouTube channel. എക്സ്പ്ലോറിങ് കന്യാകുമാരിയുടെ ഏഴാമത്തെ എപ്പിസോഡാണ്. ലെമൂർ ബീച്ച് എന്ന് ഞാൻ കുറേ നേരം പറഞ്ഞെങ്കിലും എത്തിയപ്പോൾ കൊണ്ട് അടച്ചിട്ടിരിക്കണം. അവിടെ ആരൊക്കെയോ മരിച്ചുകൊണ്ട് ബീച്ച് ക്ലോസാണ്. 2 ദിവസമായി ക്ലോസ് ചെയ്തിട്ട് ഞാൻ ഇത് ഇറങ്ങി. അപ്പോൾ ഏതോ ഒരു നല്ലൊരു സ്ഥലത്തേക്ക് അടുത്തപ്പോൾ ഞാൻ പോകാൻ വേണം ആനയ്ക്കൽ വ്യൂ പോയിന്റിലേക്ക്. അതും ഇനി എന്താവുമെന്ന് അറിഞ്ഞൂടാ, പോയി നോക്കാം. ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇനി ഒരു ചെറിയ ട്രക്കിങ്ങിലോട്ട് പോകും. സ്ഥലം കൊള്ളാമല്ലോ. വെയിലാണ് ടാസ്ക്. ഈ വെയിലെത്താ മലയുടെ മണ്ടേ കയറുന്ന ഞാൻ തന്നെ ഓ அப்போ இதில் கேமரா இருக்குல்ல பைக் ஒன்றும் கொண்டு போய் விட இல்லை ஆள் அங்கே ஆள் யார் இருக்கா உங்கள் ஃப்ரெண்டா? இல்லை, அங்கே யாரும் இல்லை. இல்லை, நான் தனியாக தான் வரேன். தனியாக போனால் எத்தனை மணிக்கு போயிட்டு எத்தனை மணிக்கு வருதுங்க? 4 மணி நேரம், 2 மணி நேரம், 4 மணிக்கூர் போகிறதா? அது ஒன்றும் திறமை. நான் ஒரு அரை மணிக்கூரில் போயிட்டு இங்கே வந்துடுவேன். என்ன ஒன்று வந்து என்னன்னா தமிழ் தெரியும். தமிழ் தெரியும். இல்லை, முன்னாடி வந்து கல்லில் வந்து அந்த பெயிண்ட் வச்சு மார்க்கிங் பண்ணி விட்டுருந்து. அது மார்க்கிங் உண்டு. மார்க்கிங் பார்க்கணும்னு சொன்னாலே உங்களுக்கு இப்போ கஷ்டம். செடி வளர்ந்து இடாகும்ல கூட என்ன ஒன்றா சொல்லேன், கூட ஏதாவது ஒரு ஆள் 1-2 ஆளோடி வந்து போகிறது சேஃப். அங்கே போய் ரிஸ்க்கு, சின்ன தடம் மட்டும் இருக்கும் ரிஸ்க்கு. என்ன ஒன்று வந்து என்னன்னு சொன்னால், இங்கே இருந்து போகிறத விடவும் வில்லுகுரி சைடு இருக்குல்ல, மாம்பழத்தானே வில்லுகுரி சைடு, அங்கேருந்து வர்றது ஈஸி. அங்கேருந்து வழி கிளியராக இருக்கு. அங்கே உள்ள ஆட்கள் வந்து பூஜை பண்ணதுக்கெல்லாம் வரோம். அங்கேருந்து வர்றதுக்கு வந்து வழி கிளியராக இருக்கு. அரை மணிக்கூரில் போவாங்க. அரை மணிக்கூரில் வந்து நம்ம வந்து அந்த டைமில் போகணும். ஆனால் இப்போ அப்படி போக முடியாது. இப்போ சைடு ஃபுல்லாக வந்து அந்த வாந்த முள்ள நிற்கும். இப்போ போக முடியாது. இங்கே இருந்து இந்த வழி மட்டும்தான் இருக்கும். வேற ஏதாவது இருந்து இது ஒன்றும் தான் வழி. இந்த ஒரு வழிக்கு தான் மார்க்கிங் வழி உண்டு. நம்ம மாடு விடுறதுனால நமக்கு அங்குடியில் வந்து தெரியும். ஆனால் வந்து என்னன்னு சொன்னால் வந்து நீங்கள் இப்போ போகிறது வந்து உங்களுக்கு நேர் வழி. இந்த வழியில தான் உங்களுக்கு மார்க்கிங் இருக்கும். அந்த அம்புக்குறி போட்டு அந்த வந்து மார்க்கிங் இருக்கும். ரெட் கலரில் பாறையில் வந்து அந்த வந்து பெயிண்ட் வச்சு இது பண்ணியிருக்கோம். ஆனால் சேட்டா நீ போகிற ரிஸ்க்கு நோக்கிக்கோ. போனால் நீ போ, உனக்கு ஆசை தீந்துடும். கொஞ்சம் தൂരം പോകുമ്പോൾ ആസ തീർന്നത് ഇതൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി വിടുകയാണ്. ഇത്രയ്ക്ക് കഷ്ടമാണോന്നൊന്നും നോക്കണമല്ലോ. ഒറ്റ മനുഷ്യനെ കാണാനില്ല. കേരള ആ ரொம்ப கஷ்டமா இருக்குமா? പോയി പാക്കറ്റി ഗൈസ്. മറ്റേ വഴിയാണ് പോകാറുണ്ടായിരുന്നത്. ഗൈസ്, നാട്ടുകാരൊക്കെ എന്നെ നിരുത്സാഹപ്പെടുത്തി അങ്ങോട്ട് കയറി പോകാൻ പറ്റൂല. എന്നാലും വന്നതല്ലേ, ട്രൈ ചെയ്ത് നോക്കാം. അമ്മച്ചി പറയുകയും ചെയ്ത് പുലിയൊക്കെ ഉണ്ടെന്ന്. എന്ത് പാടോ, പുലിയടിച്ച് തിന്നാതിരുന്നാൽ മതി. കൊള്ളാം കേട്ടോ, നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആയിരിക്കും. നിങ്ങൾക്കെന്തോ തോന്നുന്നു? കയ്യിൽ സേഫ്റ്റിക്ക് വേണ്ടി ഒന്നുമില്ല. തേങ്ങി ആരോമാർക്കും കണ്ടിട്ടിറങ്ങിയിട്ട് എവിടെ വഴി മാത്രമേ ഉള്ളൂ, നടക്കാൻ പറ്റൂല. ഈ ചെടി ഇങ്ങനെ വളർന്നു നിന്നാൽ എങ്ങനെ പോവും? ഒരു ആൾക്കാരും പോകാറില്ലെന്ന്. അല്ല, പുലിയുമ്പം ചാടുവോ? വഴിതെറ്റിയാൽ ഇന്ന് കാട്ടിൽ അന്തി ഉറങ്ങാം. എന്തൊക്കെ പറ്റിയാലും കുഴപ്പമില്ല. വണ്ടി അവിടെ ഉണ്ടായിരുന്നു. അത് തിരിച്ചു പോകുമ്പോൾ എനിക്കൊരു വാശിയുണ്ട്. പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് പോയിട്ട് വരണം എന്നൊരു വാശി.
വാശി ചില സമയത്ത് നല്ലതാവാം, ചില സമയത്ത് മോശമാവാം. ഇന്നെന്താവും നമുക്ക് നോക്കാം. ഇത് കയറണമെന്ന് എനിക്ക് ഭയങ്കര വാശി. നടക്കണം, ഓരോ കുനിഞ്ഞും കൂടെ നടക്കണം. അയ്യോ ചൂടെടുത്തയ്യേ. അയ്യോ ഈ സാധനം ഭയങ്കര വിഷയമാണ്. ഇത് മാറ്റി ഒരു നെക്ക് ബാൻഡ് വല്ലതും വാങ്ങിക്കണം. ഒന്നാമത് ചൂട്, എന്തൊക്കെയോ കടിച്ച്. ഗൈസ് പന കണ്ടോ? പന, കള്ളിയങ്കാട്ടി നീലീര പനയാണ് പന. ഗൈസ് ചൂട് സഹിക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ കുന്തങ്ങ് ഉരുക്കളയാൻ പോകുന്നു. രാവിലെ 5 മണിക്ക് എടുത്തിട്ടതാണ്, 3 മണിയായി. കാട്ടിൻ്റെ അകത്താണെങ്കിൽ ചൂടെടുത്ത് പുഴുക്കണം. കണ്ണാടി വയ്ക്കാതിരിക്കാനും പറ്റില്ല, അല്ല പുലി വന്നാലും മനസ്സിലാവില്ല. അയ്യോ കയറി പോകുമ്പോൾ മൊത്തം മുള്ളൊരയും. ഇപ്പം തന്നെ ഇരുട്ടായി, വൈകിട്ടാവുമ്പോൾ എന്താവോ എന്തോ. പാട്ടൊക്കെ ഇട്ട് വൈബടിച്ച് പോകായിരുന്നു, എന്ത് ചെയ്യേ. സ്പീക്കറും ഇല്ല, സ്പീക്കറും കൂടെ താങ്ങാനുള്ള കഴിവില്ല. മൊത്തം പന ഇവിടെ ഈടാ ഓന്തേ. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ട്രൈപോഡ് എടുക്കണ്ട, കയറാൻ പറ്റൂല. ഇപ്പം ഞാൻ ഒറ്റ കൈ കൊണ്ട് വലിച്ച് കയറണ്ടേ. ഓ മുള്ളാണ് ടാസ്ക്. അല്ല വിഷമുള്ള വല്ലാണെങ്കിൽ വിഷവും കയറി തട്ടിപ്പോവും. എന്നാലും അമ്മച്ചീരെ ചിരിത്തായി. എന്ത് നല്ല കാറ്റ്. ഐസ് അപ്പോൾ അതല്ലേ ആനക്കല്ല്. ഞാൻ അതാണ് ആനക്കല്ലെന്ന് വിചാരിച്ചോണ്ടിരുന്നത്. ആനക്കല്ല് വേറെ ഏതാണ്. അപ്പോൾ എന്നെ ചൂണ്ടിക്കാണിച്ച ആനക്കല്ല് അതാണ്. ചിലപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നോക്കുമ്പോൾ കണ്ട കാണുന്നുണ്ടോ, ഒരു ആനയുടെ ഷേപ്പ് തോന്നുന്നില്ലേ? നിങ്ങൾക്ക് തോന്നുന്നില്ലായിരിക്കും, പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട്. അമ്മ അപ്പോൾ ഉമ്മ വെച്ച് കൂടെ കിടന്നേ നമിച്ചതാ. എന്തൊക്കെയോ ഓൾറെഡി കടി തുടങ്ങി. ഗൈസ് ഈ രോമാഞ്ചം വരുന്നതാണ്ട. ചൊറിയണ് സീനായി. ചൊറിയണം വല്ലതും ആയിരുന്നു എന്തോ. തെഞ്ഞി ചൊറിയണ്. ഞാൻ ഷർട്ട് എടുത്തിട്ട് ഇക്കത്തെ ചൂട് ഗൈസ്. അപ്പോൾ ഈ ചൂടത്ത് ഷർട്ടിട്ടില്ലെങ്കിൽ ശരിയാവില്ല അല്ലേ. ചൊറിയണോ കയ്യിലേക്ക് കഴിഞ്ഞാൽ പിന്നെ ചൊറിഞ്ഞ് ചാവും. ഈ കുന്തം ഞാൻ എന്തിനെടുത്തോ, ഇതും കൂടെ ഞാൻ ചുമക്കേണ്ട അവസ്ഥയായി. ആരോ അതാ അങ്ങോട്ടിട്ട് വെച്ചു. ഇനി പൊട്ടന്മാർ ഇവിടെ ഇട്ട് വയ്യാളെ.
വെറുതെ പൊട്ടണമെന്നൊക്കെ വിളിച്ച് ഇത്രയും വഴിയെങ്കിലും കാണിച്ചു തന്നില്ലേ. കണ്ട കോളിന് തിരിച്ചിറങ്ങുമ്പോൾ വഴി തെറ്റണ എല്ലാ പരിപാടിയുണ്ട്. കാറ്റേ കാറ്റേ നീ പൂങ്കാവനത്തിൽ പാട്ടും മൂളി വന്നു, പഴ ചെങ്കതളി പൂവൻ കപ്പപ്പഴം. അയ്യോ, പകുതി പോലും എത്തിയിട്ടില്ല. മല കണ്ട, ഏത് മലയാണെന്ന് പോലും എനിക്കറിയില്ല. കണ്ട വഴികളിലൊക്കെ കയറി ഇറങ്ങിയാണ്. ചില്ലറയ്ക്കൊന്നും അല്ല എൻ്റെ കുഴപ്പം. വഴി 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 അല്ലിലൊക്കെ മുള്ളു കുത്തുന്നു. അങ്ങാനും എത്തുമ്പോൾ ഞാൻ താഴെ നിന്ന് അങ്ങേരെ എൻ്റെ അടുത്ത് പറഞ്ഞ് 6 മണിയായാൽ മുകളിൽ പോലും എത്തൂല. 3:15 ചലഞ്ച് വെച്ചാലോ, ഒരു 4:30 എത്തി ഞാൻ മുകളിലെത്തിയാലോ നോക്കാം. അങ്ങനെ മുമ്പ് ലേസ് കെട്ടട്ടെ. പരിപാടിക്ക് മുമ്പ് ലേസ് കെട്ടി ഞാൻ സെറ്റാവട്ടെ. ബൈ. ചൂട് മാത്രം സഹിക്കാൻ പറ്റണില്ല. അടുപ്പിൻ്റെ അകത്തിരിക്കണ പോലെ ഇരിക്കണം. ഷർട്ട് ഊരി കളഞ്ഞു കഴിഞ്ഞ് നല്ല ചൊറിയണമെന്ന് തട്ടി ചൊറിഞ്ഞു ചൊറിഞ്ഞിരിക്കാൻ വയ്യ. വഴി നോക്ക്. എന്നാലും നമ്മൾ പോവും ഗൈസ്, പോവും. വിടൂല, നമ്മൾ നിർത്തൂല, നമ്മൾ പോവും. ആര് അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റുമോ? ചത്താലും തോക്കൂല. ഈ ഷൂസിൻ്റെ ഐസും മിക്കവാറും ഇന്നത്തോടെ കൂടെ കാണും. മുള്ളൊക്കെ ഒട്ടി 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 എല്ലാം കീറി. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോവാം. ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഒന്നും അല്ലല്ലേ, തമിഴ്നാട്ടിലൊരു ചെറിയ മലയില്ലേ. ഇവിടെ നിന്നൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമ്മളിറങ്ങും. പുലി പിടിച്ച് തിന്നു കഴിഞ്ഞാൽ തിന്ന്, അത്ര തന്നെ. കാട്ടിലോട്ടിറങ്ങി ഒന്ന് പേടിക്കണം. കുറച്ച് പേടിക്കുമ്പോഴേ നമ്മളെ തലച്ചോറൊക്കെ ശരിക്കും പ്രവർത്തിക്കും. ബഡ്ജറ്റ് പ്രോട്ടീൻ ബാറാണ്, കപ്പലിൻ്റെ മിഠായി. എന്നെ ഒന്ന് ചാർജ് ചെയ്തെടുത്തു. ഇനി നമുക്ക് കയറാം. അയ്യോ, അങ്ങോട്ടും വഴി കിടക്കണം, ഇങ്ങോട്ടും വഴി കിടക്കണം. വെളിച്ചം കണ്ട്. വഴി എവിടെയാടേ? കടുത്ത് തുടങ്ങി ഗൈസ്. കടേറും കൊമ്പ. ഇപ്പൊ താഴെ കിടന്ന് കൊമ്പ.
വഴിയേ വഴിയേ വഴി വഴി വഴിയേ. ബ്ലേഡ് പോലത്തെ പുല്ലാണ്. ഇനി കൊണ്ട് പോയി പകുതി എത്തിയുള്ളൂ. കാടേറുമ്പുമ്പാ പുഴുന്നോ പട്ടക്കായി നീ. ആ വീണ്ടും 2 വഴി. എന്താ വഴി പോറതൊന്നും തെരിയില്ലേ. ശരിവാ, എന്താ വഴിയെ പോലെ എന്താ വഴിയായിരിക്കുമോ. അയ്യ ഗൈസ്, ഇതെങ്ങൊന്നും തീരൂല. അതോ കിടക്കണം. കറുകറുത്ത ഭാഗം. എവിടെ വേർത്ത വഴി. ഓ മലയിലും കയറണം. ഒന്നും ആയിട്ടില്ല. എനിക്ക് ചെറിയൊരു മടുപ്പ് തോന്നി തുടങ്ങി. വാശിയുടെ പുറത്താണ് ബാക്കി കയറണം. ഓ, ഇതിലെത്രത്തോളം കാണാൻ എന്താ നിങ്ങൾക്ക് അതിൻ്റെ പൊക്കം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ആ മല തന്നെ വലുതാണ്. അതിൻ്റെ മുകളിൽ എങ്ങാനും ആണെങ്കിൽ ഞാൻ കയറുന്നില്ല. കാരണം അതിൻ്റെ മുകളിൽ കയറാൻ എനിക്ക് വയ്യ. അത് തന്നെ ഇതിൻ്റെ ഇരട്ടി മലയുണ്ട്. ഇത്രയും കയറിയ മല തന്നെ ഇനിയുണ്ട്. നോക്കാം ഹൂ വിൻസ് എന്ന്. നല്ല കാറ്റ്. കുഴപ്പമില്ല, കിടന്നുറങ്ങാനൊക്കെ സ്ഥലമുണ്ട് ഇവിടെ. പെട്ടുപോയ ഇവിടെ മണ്ണ് മാന്തി വെച്ചിരിക്കുന്നു. ഫ്രഷായിട്ടാണ് മാന്തിയിരിക്കുന്നത്. മനുഷ്യനാണോ മൃഗങ്ങളാണോ എന്നറിയില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഗൈസ്? ഈ മത്സരത്തിൽ എൻ്റെ ഈഗോ ജയിക്കുമോ അതോ അവിടെ വരുന്ന മാമന്മാർ ജയിക്കുമോ? നിങ്ങളൊരു ഗസ് പറ. ഇനി കാണിച്ചു തരാം ഞാൻ. ഇനി എത്ര മലയും കൂടെ കയറാനുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക, ഞാൻ ജയിക്കുമോ അവർ ജയിക്കുമോ. ഓക്കെ, ഈ മല ഉണ്ടല്ലേ, ഇത്രയും കയറി. ഇനി ഇതും കൂടെ കയറാറുണ്ട്. നിങ്ങൾ പറ, ഞാൻ ജയിക്കുമോ അവർ ജയിക്കുമോ? കമൻറ്റ് ഇപ്പം ചെയ്യ്. എന്നിട്ട് വീഡിയോ തീരാൻ നേരത്ത് നമുക്ക് നോക്കാം ആരൊക്കെ പറഞ്ഞത് ശരിയാവും തെറ്റാവും. അയ്യോ, അത് കാണുമ്പോൾ എനിക്ക് കയറാനൊന്നും വയ്യ. അവിടെ ഒരു ഗുഹ പോലെ എന്തോ ഉണ്ട്, അങ്ങോട്ട് നടക്കണമെന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ നോക്കാം. ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ കിടക്കും ഞാൻ. പിന്നെ സമയം പോവും. പിന്നെ മോളിൽ കയറാൻ താമസിക്കും. കൊണ്ട് മോളിൽ കയറിയിട്ട് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഗുഹയിൽ കയറാം. ഓക്കെ, ആദ്യം ഞാൻ മോളിൽ കയറുമോ നോക്കട്ടെ. തെളിവാക്കി. അയ്യോ,
എന്തോന്നടേ ഇത്? ആ ഗുഹയ്ക്കകത്താണ് പുലി സിരുത്തൈ. അയ്യോ, നാഗർകോവിലാണ് ആ കാണുന്നത്. നമുക്ക് ഇനിയും പോണം. ഒന്ന് സ്ലിപ്പായ തലയിടിച്ച് ചാവും. ഇവിടെ വരുന്നവർ അവരവരുടെ റിസ്കിൽ വേണം വരെ. എന്നെ കണ്ണും കൊണ്ടിറങ്ങി തിരിച്ചിട്ട് എൻ്റെ തലയെ കൊണ്ടിട്ടത്. മോനെ, ക്യാമറയും പിടിച്ചോട്ട് കയറാൻ വയ്യേ. ഗൈസ്, ഞാൻ ചലഞ്ച് വെച്ചത് 4:30. 4:30 ഇതിൻ്റെ മുകളിലത്തെ ക്ഷേത്രത്തിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മണ്ടയ്ക്ക് കയറണം. അതിൻ്റെ മണ്ടയ്ക്ക് കയറി കഴിഞ്ഞ് സെറ്റായി. എന്തോ ക്ഷേത്രമാണ്. കയറി പോകാനുള്ള വഴി ഇനി അറിഞ്ഞൂട്ടോ. അതായിരിക്കും. കയറി നോക്കാം. ഇപ്പം നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്ത് മനസ്സിലായി? പറഞ്ഞുതരാം. നീ കയറാറുണ്ട്, കയറിയിട്ട് പറയാം. കൺഫ്യൂഷനിലാണ്. ആ വഴിയാണോ കയറുന്നത്, ഈ വഴിയാണോ കയറുന്നത്? ഈ വഴി നമുക്ക് കയറി നോക്കാം. അത് കുറച്ച് ചറക്കവും തോന്നും, പാറയായതുകൊണ്ട്. എല്ലാം ചറക്കല് തന്നെ. അവിടെയും കല്ലിൽ ചന്ദനമൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു. പോവില്ലാണെന്ന് തോന്നുന്നു. ഈ കാണുന്ന കല്ലുകളെ മൊത്തം ചന്ദനവും വാരി തേച്ച് ദൈവമാക്കി അങ്ങ് ഇരുത്തിയിരിക്കുകയാണ്. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഹിന്ദുക്കൾക്ക് ഇത്രയും ദൈവങ്ങളുണ്ടായിരുന്നു. തമിഴ്നാട്ടിലോട്ടൊക്കെ വന്നതുകൊണ്ട് ഇഷ്ടംപോലെ ദൈവങ്ങൾ. ഇതൊക്കെ ഇവിടെ കൊണ്ട് വയ്ക്കൂടെ? കുറിയൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. നാഗർകോവിൽ. ആരെങ്കിലുമൊക്കെ ഞാൻ കേറില്ല എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ കാറ്റത്ത് ഞാൻ പറന്നു പോകുന്നു. എന്തായാലും ഇതുവരെ വന്നേയില്ലേ. ഏറ്റവും മുകളിൽ തന്നെ കയറിയിട്ട് പൂക്കളെ എന്ത് പറയുന്നു, അതല്ലേ അതിൻ്റെ ഒരു ഇത്. സമയം കളയും. എനിക്കിത് കണ്ടിട്ട് ഏറ്റവും ടോപ്പ് അതാണെന്നാണ് തോന്നുന്നത്. കയറാൻ പറ്റുന്ന വഴികളിടത്തോളം നമുക്ക് കയറാം. ഞാൻ ആരാ എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കും.
അങ്ങോട്ട് കയറി പോകാൻ വഴിയൊന്നും ഇല്ലാതെ ഈ പാറയിൽ പിടിച്ച് വേണം കയറി പോകാൻ, ചിരണ്ടിയും കിടങ്ങി. അതുകൊണ്ട് വീഡിയോ എടുക്കുന്നില്ല, മോളിൽ പോയിട്ട് വീഡിയോ എടുക്കാം. ഗൈസ്, ഫിസിക്കലി തളർന്നിരിക്കണ എന്നെ ആദ്യം താഴെയുള്ള അമ്മമാർ മെൻ്റലി തളർത്തി എന്നെ തോപ്പിക്കാൻ പറ്റൂല എന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ മണ്ടയ്ക്ക് കയറിയപ്പം അടുത്തത് ആ പാറ എന്നെ തളർത്തണം. ഓരോ പാറ കയറുമ്പോഴും വേറൊരെണ്ണം ഒളിഞ്ഞിരിക്കുന്നു. എന്തൊക്കെ വന്നാലും ഞാൻ എൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ടേ തിരിച്ചിറങ്ങും. ഓ, ക്ലൗഡ് നോക്കി, അടിപൊളി. ഇനി റെസ്റ്റ് എടുത്ത് സമയം കളയുന്നില്ല, പെട്ടെന്ന് മുകളിൽ കയറണം. മുകളിൽ കയറിയിട്ട് വേണം എനിക്ക് ചിലതൊക്കെ പറയാൻ. ഓ, ഇവിടെ ഭയങ്കര കാറ്റ്. ഇത്രയും നേരം വന്നാൽ അതും കൂടെ കയറിയിട്ട് പോവാം. ഇത്രയും കയറേണ്ട ആവശ്യമുള്ളൂ, എന്നാലേ ഏറ്റവും മുകളിൽ കയറിയിട്ട് ഞാൻ ഇന്ന് പോകണുള്ളൂ. ആനക്കല്ലിൻ്റെ ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് വരുന്നവരെ കളിയാക്കുന്നോണോ പട്ടികളെ. എൻ്റെ മെൻ്റൽ പവറിനെയാണ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. വിട്ടുകൊടുക്കാൻ പറ്റൂല. അങ്ങോട്ട് പോയാൽ സൺസെറ്റ് കാണാം. ഇവിടെ പാറ പറഞ്ഞിരിക്കുന്നുണ്ട്, സൺസെറ്റ് കാണുന്നുണ്ട്. നോക്കാം, അതുവരെ ഇറങ്ങി നോക്കാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. ഞാൻ ഇതുവഴിയാണ് വന്നത്, അവിടെയാ സൺസെറ്റ് വരുന്നത്. അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു, പക്ഷേ ഈ മലയുടെ മുകളിൽ കയറണമെന്നുള്ള വാശി കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇറങ്ങി നോക്കാം. എഴുതി ചെയ്യുന്നതുകൊണ്ട് ക്യാമറ ഓടിക്കാൻ പറ്റില്ല, ഞാൻ പറന്നു പോകും. കാറ്റ് കടുപ്പോളം നിൽക്കാൻ പറ്റൂല, കാറ്റ് എന്നെ കൊണ്ട് പോകുമ്പോ. ഓ, അവിടെയൊക്കെ നല്ല രസം. സണ്ണിങ്ങനെ അടിച്ച് നല്ല ഗ്ലോ ഉണ്ട്. അങ്ങോട്ട് നടക്കാൻ എനിക്കിനി വയ്യ. ഇനി എക്സ്പ്ലോർ ചെയ്യാനൊന്നുമില്ല. എൻ്റെ ഈഗോ ശാന്തിയായി. ഞാൻ വിചാരിച്ച കാര്യം നടന്നു. ഇനിയിപ്പോൾ ഇറങ്ങിയാലൊരു 7 മണിക്കെങ്കിലും താഴെ എത്തും. അവിടെ ഇരിക്കാൻ നല്ല സുഖമുണ്ട്, ഇഷ്ടംപോലെ ദൂരമുണ്ട്. കാണുന്നതാണ് ആ കോവിൽ. താഴെ ഒരു ഗുഹയുണ്ട്, അത് ഇന്നിനെ എനിക്ക് വയ്യ പോയി. ഇതാണ് ആനക്കല്ല്. ഗൈസ്, അങ്ങനെ നേരം ഇരുട്ടാറായി. സമയം ഇപ്പം
6:19 ആയി, 6 മണി കഴിഞ്ഞ്. അയ്യോ, ഇറങ്ങി പോകുമ്പോൾ റിസ്ക്. നേരത്തെ ഈ പുല്ലിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പോയില്ലേ, അത് തിരിച്ചിറങ്ങുമ്പോൾ നോക്കി ഇറങ്ങിയില്ലെങ്കിൽ വഴിയാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ കുഴിയായിരിക്കും. ഞാൻ ഒരു കുഴിക്കകത്ത് പോയി, ഞാൻ വലിഞ്ഞു കയറി വന്നതാണ്. ആ ഒരു സീനേ ഉള്ളൂ. കയറുമ്പോഴല്ല പ്രശ്നം, ഇറങ്ങുമ്പോഴാണ് പ്രശ്നം. ആ മുള്ളി കയറി കുടക്കി കുറേ തവണയായി. ഇതുമെല്ലാം തലയിൽ കുരുത്താനുള്ള അവസ്ഥയിൽ തൊപ്പിയും ഫുൾ കൈ ഷർട്ടും ഒക്കെ വെച്ച് നടക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വല്ല പുഴുവോ മുള്ളോ ഒക്കെ കയറി ഒരേ. കയറുമ്പോൾ നമുക്ക് സ്റ്റാമിനയാണ് ആവശ്യം, പക്ഷെ ഇറങ്ങുമ്പോൾ സ്റ്റാമിനയിലല്ല കാര്യം. ഈ കാലിൻ്റെ പെരുവിരലൊക്കെ വേദനിക്കുന്നു. ഇറങ്ങുമ്പോൾ ഇറങ്ങി ഷൂസിലിങ്ങനെ തട്ടി ഭയങ്കര വേദന. പിക്കിളെടുക്കണം. എൻ്റെ ലാപ്പാട് 1 ലിറ്റർ മിനറൽ വാട്ടർ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ്. വരുന്നവർ 2-3 ലിറ്ററെങ്കിലും കൊണ്ടുവരണം. കുറച്ചൊരു കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും. അതിനകത്ത് ഏറ്റവും ഡേഞ്ചർ ഈ കടന്നലും തേനീച്ചയൊക്കെയാണ്. ഇതൊക്കെ എവിടെ കൂടെ വന്ന് പറന്ന് കൊട്ടുമെന്ന് പറയാൻ പറ്റൂല. എൻ്റെ കയ്യിൽ എന്തിൻ്റെ ഒരു കൊമ്പിരിക്കുന്നു, എന്തിൻ്റെ ആണെന്ന് അറിഞ്ഞൂടാ. പാമ്പും പാന്തയിലൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ വരുമെന്നെങ്കിലും അറിയാൻ പറ്റും. ഈ തേനീച്ചയൊക്കെയാണ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്ന് കൊട്ടിയിട്ട് അങ്ങ് പോവും, അറിയേയില്ല. എൻ്റെ ഷൂസിന് ഒന്നാമത് ഹീലും കൂടെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറഞ്ഞു പോകും ഇറങ്ങാൻ നേരത്ത്. വേണ്ട നോക്കി പോയില്ലേ വീഴും. ഇതൊരു കുഴിയാണ്, വെള്ളം കെട്ടി കിടപ്പുണ്ട്. കിണറാണോ, കിണർ പോലത്തെ ഒരു നല്ല ആഴമുള്ള എന്തോ ആണ്. നോക്കിയൊക്കെ പോയില്ലെങ്കിൽ ചറക്കി അതിൻ്റെ അകത്ത് കിടന്നു കഴിഞ്ഞാൽ തീർന്നു. ഗൈസ്, ഇവിടെ എത്തിയതേ ഉള്ളൂ, ഇനിയും കുറച്ചുകൂടെ പോകാണ്ട്. ഹേ ഗൈസ്, നിങ്ങൾക്ക് ഇരുട്ട് പേടിയുണ്ടോ? എനിക്ക് പേടിയില്ല. ഒഴുകി വരും ഞാൻ യാമങ്ങൾ തോറും. ഇത്രയും കാട് കിടക്കുമ്പോൾ ഈ ചിലന്തിക്കൊക്കെ മാറിക്കൊണ്ട് വല കെട്ടി കൂടി ആൾക്കാർ പോണ വഴിക്ക് എന്നെ കൊണ്ട് വല കെട്ടും. ആരാ സ്ഥലമില്ലാത്ത പോലെ. ഗൈസ്, വീണ്ടും വീഴുന്ന ഗൈസ്. ഈ വൃത്തികെട്ട ഷൂ ഹീല് മടങ്ങി ഞാൻ വീണ്ടും വീഴുന്നു. വീഴുന്നാൽ നമ്മൾ എന്ത് ചെയ്യും? എണീക്കും. നിഴലായി ഒഴുകി വരും ഞാൻ യാമങ്ങൾ തോറും. ബാക്കി എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് വെച്ചോ. ഇതുപോലത്തെ നല്ല മനോഹരമായ ഗാനങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാടിത്തരാം. കണ്ട പന കണ്ട, എൻ്റെ ദോസ്തിൻ്റെ പനയാണ്. രാത്രി ഇവിടെ വന്നിരി ചോര പിടിക്കുക. അയ്യോ, ഈ കാടിന് എന്നെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. പിടിച്ച് വലിക്കുക എന്നെ അങ്ങ്. ഷർട്ടും തൊപ്പിയും ഉള്ള മുള്ളു മൊത്തം വളർന്ന് കിടപ്പുണ്ട്. ആർക്കും വേണ്ടാതെ കുറേ എണ്ണം. ഗൈസ്, നിങ്ങൾക്കൊന്നും കാണുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ അത് വാ തുറന്ന് പറഞ്ഞൂടെ? ഞാൻ ലൈറ്റ് അടിച്ച് തരൂല്ലേ? അപ്പം കാണാവോ? നല്ല നല്ല വെള്ളദാഹം, നാക്കൊക്കെ വരണ്ട്. താഴെ ഇറങ്ങി പോയിട്ട് വേണം കുറച്ച് വെള്ളം വാങ്ങിച്ച് കുടിക്കുക. അയ്യോ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ വഴി. നമുക്ക് ഒന്നും കാണാൻ പറ്റൂല. അയ്യോ, കുനിഞ്ഞിറങ്ങി പോകണം.
അയ്യോ എൻ്റെ തൊപ്പി പിടിച്ചേ വിട്രാ. നീലി കള്ളിയങ്കാട്ട് നീലി. എൻ്റെ തൊപ്പി വീണ്ടും പോയിച്ച്. നീലി എന്നെ നഖം കൊണ്ട് മുറിച്ച്. നീലിയുടെ കാര്യം തൊപ്പി എരുവില്ലെന്ന് പറഞ്ഞാലും കേൾക്കൂല. ഇതാണ് നീലി, മുള്ളും വച്ചിരിക്കുന്ന കണ്ടാ. വേട്ടാ വിളിച്ച്. അയ്യോ വീണ്ടും പോയി. കിളവന്മാരെന്നെ പറ്റിച്ചതാ. ഇവിടെ കൂടെയൊക്കെ വണ്ടി പോകും, ഞാൻ വെറുതെ അവിടെ വെച്ച്. പിന്നെ അവിടെ ക്യാമറ ഉണ്ടായിരുന്നു, ഒരു സേഫ്റ്റിയാണ്. എന്നാലും അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞത് 6 മണിക്ക് മുകളിലെത്തേ ഉള്ളൂ. ഇപ്പം സമയം 6:45. ഞാൻ എന്താ താഴെ എത്തി, വണ്ടിയുടെ അടുത്ത് വരെ എത്താറായി. എൻ്റെ മെൻ്റൽ പവറിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. എനിക്കൊരു സാധനം വേണമെന്ന് തോന്നിയാൽ ഞാൻ അത് ചെയ്യും ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി ഇനി വീണ്ടും എക്സ്പ്ലോറിങ് കന്യാകുമാരിയിൽ ഒരുപാട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത് എക്സ്പ്ലോറിങ് കന്യാകുമാരിയിലെ ബാക്കി എപ്പിസോഡുമായിട്ട് ഞാൻ വേറൊരു ദിവസം വീണ്ടും വരുന്നതായിരിക്കും. ദിസ് ഈസ് സാനൻ ഗൗഡി സൈനിങ് ഓഫ്. വീണ്ടും പുതിയ കാഴ്ചകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.